നമസ്കാരം. ഇന്ത്യയെ തൊട്ടാൽ ഇനി പൊട്ടിത്തെറിക്കും. ആണവ ത്രയശേഷിയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. കര, കടൽ, ആകാശം എന്നീ 3 പ്രതലങ്ങളിൽ നിന്നും ആണവായുധം തൊടുക്കാൻ ശേഷിയുള്ള രാജ്യമാണ് ആണവ ത്രയശേഷി എന്ന പദവിയുള്ള രാജ്യം. ഇന്ത്യ ഈ പദവി സ്വന്തമാക്കിയിരിക്കുകയാണ്. ആയുധശക്തിയിൽ മുൻപന്തിയിൽ ഉള്ള റഷ്യ, US, ഫ്രാൻസ്, ചൈന, UK തുടങ്ങി വിരലിലെണ്ണാവുന്ന ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം ലഭിച്ച പദവിയാണ് ഇപ്പോൾ ഇതാ ഇന്ത്യക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുങ്ങിക്കപ്പലിൽ നിന്നും ആണവ പോർമുനയുള്ള ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തതോടെ കടലിൽ നിന്നും ആണവായുധം പ്രയോഗിക്കുവാനുള്ള ശേഷി ഇന്ത്യ കൈവരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം INS അരിഹന്റ് എന്ന ആണവശേഷിയുടെ മുങ്ങിക്കപ്പലിൽ നിന്നാണ് K4 എന്ന ആണവ പോർമുനയുള്ള ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ച് ഇന്ത്യ പരീക്ഷണം നടത്തിയത്. ഇതോടെയാണ് ഇന്ത്യക്ക് ആണവ ത്രയശേഷിയുള്ള രാജ്യമെന്ന അസൂയാർഹമായ പദവി ലഭിച്ചിരിക്കുന്നത്. കരയിൽ നിന്നും ആണവായുധം തൊടുക്കുവാനുള്ള ശേഷി ഇന്ത്യക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. കരയിൽ നിന്നും തൊടുക്കാവുന്ന 180 ആണവായുധങ്ങൾ ഇന്ത്യക്ക് ഉള്ളതായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. ശത്രു രാജ്യത്തെ പിന്തിരിപ്പിക്കുവാൻ ശേഷിയുള്ള കരയിൽ നിന്നും തൊടുക്കാവുന്ന ആണവായുധങ്ങൾ 180-ലധികം ഇന്ത്യയുടെ കൈവശമുണ്ട്. പൃഥ്വി, അഗ്നി എന്നീ ആണവ മിസൈലുകൾ കരയിൽ നിന്നും തൊടുക്കാവുന്നതാണ്. പ്രത്യേക മിസൈൽ ലോഞ്ചറുകളിൽ നിന്നാണ് ഇവ വിക്ഷേപിക്കുക. 350 കിലോമീറ്റർ വരെ അകലെ ചെന്ന് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ കഴിയുന്ന ആണവ മിസൈലാണ് പൃഥ്വി. ആണവായുധം ഉൾപ്പെടെ 500 കിലോഗ്രാം സ്ഫോടക വസ്തു വഹിക്കാൻ ശേഷിയുണ്ടതിന്. അഗ്നി 4, അഗ്നി 5 എന്നീ മിസൈലുകൾക്ക് ആണവ പോർമുന വഹിക്കുവാൻ ശേഷിയുണ്ട്. അഗ്നി 5 എന്ന് പറയപ്പെടുന്നതിന് 100 കിലോഗ്രാമിലധികം ആണവ സ്ഫോടക വസ്തു വഹിക്കുവാനുള്ള ശേഷി ഉണ്ട് താനും. കരയിൽ വെച്ചിട്ടുള്ള വിക്ഷേപണ വാഹിനികളിൽ നിന്നും പൃഥ്വി, അഗ്നി മിസൈലുകൾ അയക്കാൻ കഴിയുകയും ചെയ്യും. അഗ്നി 5-ന് ബലപ്പെടുത്തിയ കോൺക്രീറ്റ് രഹസ്യ അറകൾ വരെ തുളച്ചു കയറിപ്പോയി ആണവ സ്ഫോടനം നടത്താൻ സാധിക്കുമെന്നുള്ള പ്രത്യേകതയുണ്ട്. പാകിസ്ഥാനിൽ എവിടെ വേണമെങ്കിലും ചെന്നെത്തുവാനുള്ള ശേഷിയുമുണ്ട് അതിന്. ഏകദേശം 5000 കിലോമീറ്റർ വേണമെങ്കിലും ചെന്നെത്തുവാനുള്ള ശേഷി, 5000 കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ വരെ പറന്നു ചെന്ന് ആണവ സ്ഫോടനം നടത്താൻ അഗ്നി 5 മിസൈലിന് സാധിക്കും. അപ്പോൾ ഈ ദൂരപരിധി 7000 കിലോമീറ്ററിലേക്ക് വരെ ഉയർത്തുവാനും സാധിക്കും. അങ്ങനെയെങ്കിൽ ചൈനയുടെ ഏത് മുക്കിലും മൂലയിലും വരെ ഇന്ത്യയുടെ ഈ മിസൈലിന് ചെന്നെത്താൻ കഴിയുമെന്നർത്ഥം. ആകാശത്ത് നിന്നും ഇന്ത്യക്ക് ആണവായുധങ്ങൾ പ്രയോഗിക്കുവാനുള്ള ശേഷിയുണ്ട്. പക്ഷേ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ. ആദ്യം ഉപയോഗിക്കുവാൻ പാടില്ല എന്ന വ്യവസ്ഥ പാലിച്ചുകൊണ്ടാണ് ഈ ആണവായുധങ്ങളും അവയെ വഹിക്കുവാൻ ശേഷിയുള്ള പ്രത്യേക പോർ വിമാനങ്ങളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. 2019 ബാലാക്കോട്ടിലും 2025 ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിലും ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരുന്നു. പക്ഷെ ഇതിലൊന്നും ആണവായുധങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലും കാമിക്കസ് എന്ന ചാവേർ ഡ്രോണുകളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ആണവായുധങ്ങൾ കൊണ്ട് വ്യോമാക്രമണം നടത്തണമെങ്കിൽ അതിന് കേന്ദ്ര ക്യാബിനറ്റ് സുരക്ഷാ സമിതിയുടെ അനുവാദം ആവശ്യമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമായിരിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ അവസരത്തിൽ മാത്രമേ ഇങ്ങനെ ആണവായുധം ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്താൻ ഇന്ത്യക്ക് അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തരാകുന്നു. കരയിലും കടലിലും ഒരേ സമയം തന്നെ ആകാശത്തും ശേഷിയുള്ളവരായി ഇന്ത്യ മാറിയിരിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളോടൊപ്പം, അമേരിക്ക ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും UK ആണെങ്കിലും അവരോടൊപ്പം കിടപിടിക്കാൻ കഴിയുന്ന വലിയ ഒരു ആയുധശേഷിയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആണവത്രയ ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇനി ഇന്ത്യയെ തൊട്ടാൽ പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.